ഇക്കഴിഞ്ഞ ദിവസം തൊടുപുഴ നിന്ന് എൻ്റെ സുഹൃത്തും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ചരിത്ര അധ്യാപകനുമായ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കാൻ വല്ല സാധ്യതയുമുണ്ടോ, റിട്ട് കൊടുത്താൽ വല്ല വിശേഷവും ഉണ്ടാവുമോ എന്നാണ്. ഞാൻ പറഞ്ഞു, യാതൊരു രക്ഷയുമില്ല. ഇത് വിദേശകാര്യ വകുപ്പ് വിചാരിച്ചപ്പോലും തീർക്കാവുന്ന കാര്യമല്ല. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടാലും നടക്കാവുന്ന കാര്യമല്ല. കാരണം യമൻ എന്ന രാജ്യവുമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമില്ല. യമൻ്റെ ഈ പ്രത്യേക പ്രദേശങ്ങൾ കൈവശം വച്ചിരിക്കുന്നത് ഹൂതികൾ എന്ന് പറഞ്ഞ റിബൽ ഗ്രൂപ്പാണ്. അവർക്ക് നിയമവാഴ്ചയിൽ വിശ്വാസമില്ല. ഇന്ത്യയുമായിട്ടെന്നല്ല, ലോകത്ത് ഒരു രാജ്യവുമായിട്ടും അവർക്ക് നയതന്ത്ര ബന്ധമില്ല. ഇന്ത്യ ഗവൺമെൻറ് എന്ത് സമ്മർദ്ദം ചെലുത്തിയാലും അവരുടെ മേലൊന്നും നടക്കുകയില്ല. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആരും ഉത്തരവിട്ടാലും അതിന് വെള്ളത്തിൽ വരച്ച വരയുടെ ഫലമേ ഉള്ളൂ. അപ്പോൾ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയുന്ന ആളാണ് ഈ നിമിഷപ്രിയയുടെ ഭർത്താവ്. കുട്ടിയുമായിട്ടും അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഇദ്ദേഹം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ വിഷയം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരിഗണനയ്ക്ക് വന്നാണ്. ആ കുടുംബവുമായിട്ട് അദ്ദേഹത്തിന് ഊഷ്മളമായ ബന്ധമാണുള്ളത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ ഹർജി വന്നാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. സുപ്രീം കോടതി പറഞ്ഞു, ഇവിടെ നിന്ന് ഉത്തരവ് പാസ്സാക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്, നമുക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ്, അവരുടെ മീതെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ സ്വാധീനമോ ചെലുത്താൻ കഴിയുകയില്ല, നിവൃത്തിയില്ല എന്ന്. അങ്ങനെ നിമിഷപ്രിയയെ 17-ാം തീയതി തൂക്കുമരത്തിൽ ഏറേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ഏവർക്കും പരിചിതനായ നമ്മുടെ സുൽത്താൻ ഉലമ സാക്ഷാൽ കാന്തപുരം AP ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഉസ്താദിന് ലോകവ്യാപകമായി പല മതപണ്ഡിതന്മാരുമായിട്ട് വലിയ അടുപ്പമുണ്ട്. ഇദ്ദേഹം ഇവിടെ പല ആളുകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല, അദ്ദേഹത്തെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ലോകവ്യാപകമായിട്ട് വലിയ അംഗീകാരമുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ഹൂതികളുടെ സ്വാധീനത്തിലുള്ള കോടതി അല്ലെങ്കിൽ അവിടുത്തെ നീതിപീഠം വധശിക്ഷ മാറ്റിവെക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്ത. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, എന്നാൽ താൽക്കാലികമായിട്ട് എങ്കിലും അത് മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വരുന്ന ദിവസം നിമിഷപ്രിയയെ തൂക്കിലേറ്റുകയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന കാന്തപുരത്തിന് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, അവിടുത്തെ സർക്കാരുകളുമായിട്ടും അതല്ലെങ്കിൽ അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും അദ്ദേഹത്തിന് ഇവിടെയൊക്കെ ഉള്ള സ്വാധീനവുമാണ്. നമ്മുടെ രാജ്യത്തും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അത് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ളതും ചിലപ്പോഴൊക്കെ വിമർശന വിധേയമായിട്ടുള്ളതുമാണ്. ഉദാഹരണത്തിന് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചു. ഇവിടെയുള്ള സകല മുസ്ലിം ഗ്രൂപ്പുകളും ഇദ്ദേഹത്തെ വല്ലാതെ വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് 5 കോടി വാങ്ങിച്ചു, മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു എന്ന് പറയും. പുള്ളി അതൊന്നും ഗവനിച്ചില്ല എന്ന് മാത്രമല്ല, ഗുജറാത്തിൽ ചെന്ന് മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ചു. അതുപോലെ ജമ്മു കാശ്മീരിലും അദ്ദേഹം വിദ്യാലയം ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചുമതലക്കാരനായ ഒരു മുസ്ലിയാരെ ഞാൻ ഒരിക്കൽ വിമാനത്താവളത്തിൽ വെച്ച് കാണുകയുണ്ടായി. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലും ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരിക്കലും എൻ്റെ വീട്ടിൽ വരികയും എനിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കാന്തപുരത്തിൻ്റെ കാരന്തൂർ മർക്കസിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹുബ്ബു റസൂൽ എന്ന് പറഞ്ഞ പ്രവാചക പ്രകീർത്തന സദസ്സിലും എന്നെ ക്ഷണിക്കുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന SSFൻ്റെ 40-ാം വാർഷികത്തിൽ ഞാനും MP ബഷീറും നമ്മുടെ മനോരമയിലെ തോമസ് ജേക്കബ് സാറും ഒക്കെ പങ്കെടുത്ത് ഓർക്കും. അങ്ങനെ വലിയ വിപുലമായ സുഹൃത്ത് വലയമുള്ള ആളാണ്. അദ്ദേഹത്തിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് വലിയ സ്വാധീന വലയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ്. കേവലം ഒരു മതപണ്ഡിതൻ എന്നതിലുപരി വലിയൊരു സംഘടകന്. ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടത്. അദ്ദേഹത്തിൻ്റെ ഖ്യാതിയും പ്രശസ്തിയും അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്.
അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തെ പണ്ട്, ഇപ്പോഴൊന്നുമല്ല, വളരെ കാലം മുമ്പ് 80കളിലാണ്, 80കളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് അവിടുത്തെ മത പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ മത പോലീസല്ല, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ള പോലെയല്ല. സൗദി അറേബ്യയിൽ കർക്കശമാണ്. അവിടെ വഹാബി ഇസമാണ് നിലവിലുള്ളത്. ഇദ്ദേഹം സുന്നി പണ്ഡിതനാണ്. വഹാബികളുടെ സർക്കാർ അവിടുത്തെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിൽ പാർപ്പിച്ചു. ഇവിടെയുള്ള ജയിലിലെ പോലെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. വലിയ പീഡനമാണ്. അത് അനുഭവിച്ച് കുറേ നാൾ അവിടെ കിടന്നതാണ്. പിന്നീട് ഇതേ സൗദി ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ വിളിച്ച് ആദരിച്ചു സമീപകാലത്ത്. അപ്പോൾ ഒരേ സമയത്ത് രണ്ടും അനുഭവിക്കാൻ യോഗമുണ്ടായ ആളാണ് കാന്തപുരം AP ഉസ്താദ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും വലിയ വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ജീവിത സായന്തന കാലത്ത് പാവം നിമിഷപ്രിയ എന്നൊരു പാവ സ്ത്രീക്കും അവരുടെ ഭർത്താവിനും കുട്ടിക്കും ഒരാശ്വാസം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് മേൽക്കുമേൽ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.